JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാകുകയുള്ളൂ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. PSC പരീക്ഷാ ഹാളിലെ 5 മരണക്കെണികളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. പരീക്ഷ കഴിഞ്ഞ് തലയിൽ കൈവയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട 5 കെണികളെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഠിച്ച ചോദ്യങ്ങൾ പരീക്ഷാ ഹാളിൽ കൺഫ്യൂഷൻ വന്ന് നെഗറ്റീവ് മാർക്ക് വരുന്നത് ധാരാളം ഉദ്യോഗാർത്ഥികൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. എങ്കിൽ അത് PSC മനഃപൂർവ്വം ഉണ്ടാക്കുന്ന 5 ചതിക്കുഴികളാണ് നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ വളരെ എളുപ്പത്തിൽ സ്കാൻ ചെയ്ത് ആ മാർക്ക് നമ്മൾ എങ്ങനെ സ്കോർ ചെയ്യാവുന്നു, അതിന്റെ നെഗറ്റീവ് മാർക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. PSC പരീക്ഷാ ഹാളിലെ 5 മരണക്കെണികളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ കെണി, ഗാന്ധിജിയുടെ കേരള സന്ദർശനം. ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം സാധാരണ PSC പരീക്ഷയ്ക്ക് കാണാറുണ്ട്. എന്താണ്? ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്നാണ്? 1920 അല്ലേ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അദ്ദേഹം അവസാനമായി കേരളം സന്ദർശിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ പലർക്കും തെറ്റും, പലരുടെ മാർക്കും പോകും. ഓപ്ഷൻ 1934, 37, 48 ഉണ്ട്. ഏത് വർഷമാണ് ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷം എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനായി. അപ്പോൾ ആ മാർക്ക് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇങ്ങനെ ഓർത്തിരിക്കാം. എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത്? ഗാന്ധിജിയുടെ കേരള യാത്ര വർഷങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക. ആദ്യ സന്ദർശനം ഖിലാഫത്ത് സമരം 1920, രണ്ടാം സന്ദർശനം ഐക്യ സത്യാഗ്രഹം 1925, അവസാന സന്ദർശനം ക്ഷേത്രപ്രവേശന വിളംബരം 1937. അപ്പോൾ ഗാന്ധിജിയുടെ കേരള യാത്രകൾ വർഷം 1920, 25, 37. ആദ്യ സന്ദർശനം 20, രണ്ടാം സന്ദർശനം 1925, അവസാന സന്ദർശനം എന്നാണ്? 1937. അപ്പോൾ ഈ ആദ്യ വർഷം എല്ലാവർക്കും അറിയാം എന്താണ്? 1920 ആണ് അല്ലേ. എന്നാൽ അവസാന വർഷം ചോദിച്ചാൽ 1934 എന്ന് തെറ്റിക്കുന്നവരുണ്ട്. എന്നാൽ ഓർക്കുക, ക്ഷേത്രപ്രവേശന വിളംബരത്തിന് തൊട്ടു പിന്നാലെയാണ് 1937 ഗാന്ധിജി അവസാനമായിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കെണികളിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത കെണി നമുക്ക് നോക്കാം. അടുത്ത കെണി ദേശീയ ഗാനവും ദേശീയ ഗീതവുമാണ്. അതിനകത്തെ വിഷയം ദേശീയ ഗാനം, ദേശീയ ഗീതമായിട്ട് ഞാനൊരു ടേബിൾ ആയിട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും ഏതാണ് വിഷയം, ഏതാണ്? ജനഗണമന. ജനഗണമന ദേശീയ ഗീതം, ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം. ഈ ദേശീയ ഗാനം എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഈ ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതിൻ്റെ അകത്തെ കെണി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. 2, ദേശീയ ഗീതം വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആദ്യം പാടിയത് ആരാണ്? ആദ്യം പാടിയത് എന്നാണ്? 1911. ദേശീയ ഗാനം 1911 കൊൽക്കത്ത കോൺഗ്രസിലാണ് അല്ലെ. ആ ദേശീയ ഗീതമോ 1896 കൊൽക്കത്ത കോൺഗ്രസിൽ. ഓർത്തിരിക്കുക. കണ്ടോ, ഈ ടേബിൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലായല്ലോ. ഓരോന്നും കണ്ടിട്ടുണ്ട്, ഏതാണ് എഴുതിയത്, ആദ്യം പാടിയത് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്തെ കെണി എന്താണ്? ഇതിന്റെ അകത്തെ കെണി ദേശീയ ഗാനവും ഗീതവും മാറിപ്പോകുന്നവര് ഈ ടേബിൾ ശ്രദ്ധിച്ചതിന് ശേഷം രണ്ടും ആദ്യമായി പാടിയത് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് അല്ലെ. രണ്ടും ആദ്യമായിട്ട് പാടിയത് എന്നാണ്? കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. പക്ഷേ വർഷങ്ങൾ ഓർക്കണം. എന്താണ്? ഗീതം 1896 ഗാനം 1911. അപ്പോൾ വർഷമാണ് തെറ്റിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും എന്താണ്? രണ്ടും ദേശീയ ഗാനവും ദേശീയ ഗീതവും ആദ്യം പാടിയത് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കാം. അപ്പോൾ അതിന്റെ വർഷങ്ങൾ തമ്മിൽ മാറിപ്പോകരുത്. ഗാനം 1911 ഗീതം 1896. അപ്പോൾ ഇത് ഒരു PSCയുടെ കെണിയാണ്. ഈ കെണിയിൽ പെടാതെ മാർക്ക് സ്കോർ ചെയ്തോണം. അടുത്ത കെണി, ഇന്ത്യയിലെ ആദ്യ വനിതകൾ. ഇന്ത്യയിലെ ആദ്യ വനിതകളെ കുറിച്ച് ഇത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇതൊരു കെണിയാണ് PSCയുടെ. എന്താണത്? സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരാണ്? ഫാത്തിമ ബീവി ആണ് അല്ലെ. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരാണ്? ഫാത്തിമ ബീവി. അപ്പോൾ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ചാടിക്കേറി ഫാത്തിമ ബീവി എന്ന് എഴുതരുത്. എന്താണ്? ഇതുവരെ അങ്ങനെ ആരും ആയിട്ടില്ല. BV നാഗരത്ന 2027 ആകാൻ സാധ്യതയുണ്ട്, എന്നാൽ ഇതുവരെ ഇല്ല. ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ആരാണ്? ലീല സേത്ത് ആണ്. ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ
ആരാണ്? ലീല സേത്താണ്. അപ്പോൾ ഓർത്തിരിക്കണം, സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ഫാത്തിമ ബീവിയാണ്. എന്നാൽ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ഇതുവരെ ആരും ആയിട്ടില്ല എന്ന് ഓർക്കുക. അപ്പോൾ തന്നെ ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ലീല സേത്താണ്. ഇത് PSCയുടെ ഒരു കെണിയാണ്. ആ കെണിയിൽ പോയി പെടാതിരിക്കണം. അപ്പോൾ ഈ PSC സ്ഥിരമായിട്ട് കുട്ടികളെ വീഴ്ത്തുന്ന ഒരു ചോദ്യമാണിത് അല്ലേ. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫാത്തിമ ബീവിയുടെ പേര് ഓപ്ഷൻ ഉണ്ടാവും. ആ ചതിയിൽ ചെന്ന് വീഴരുത്, വീണാൽ മാർക്ക് പോയി. അവർ വെറും ജഡ്ജി മാത്രമായിരുന്നു, ചീഫ് ജസ്റ്റിസ് ആയിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതിയിൽ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ഇതുവരെ ആരും ആയിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. ഇനി BV നാഗരത്ന 2027 ആകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, എന്നാൽ ഇതുവരെ ഇല്ല. ഹൈക്കോടതിയിലെ വനിതാ ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ അത് ലീല സേത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള PSC ചതിക്കുഴികൾ നിങ്ങളുടെ മാർക്ക് കളയാൻ വേണ്ടിയിട്ട് നോക്കിയിരിപ്പുണ്ട്. ആ ചതിക്കുഴികളിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, മാർക്ക് പോകും. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തേത്. ഈ ക്ലാസ്സിലെ ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതൊരിക്കലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.